ഇന്നലെ ജിൻഡോയെ ജയിലിൽ വിട്ടത് അത് ശരിക്കും എന്തിനായിരുന്നു? പവർ ടീമിന്റെ ഡയറക്ട് ഡോമിനേഷനിലാണ് ജിൻഡോയെ ജയിലിലിട്ടത്. ഇനാക്റ്റീവ് ആയിട്ട് നിൽക്കുന്നവരെ തെരഞ്ഞെടുക്കണമെന്ന് ബിഗ് ബോസ് എടുത്തു പറഞ്ഞിട്ട് പവർ ടീം പക്ഷെ നോമിനേറ്റ് ചെയ്തതോ ഏറ്റവും ആക്റ്റീവ് ആയിട്ട് കളിക്കുന്ന ഒരാളെ. എന്തൊരു കോമഡിയാണെന്ന് ഓർത്തോണം. മരപ്പാഴുകൾ ഇങ്ങനെ നിരനിരയായിട്ട് നിൽക്കുന്ന ഒരു വീടാണ് അത്. പാഴായി പോയ കുറെ ഊളകൾ അവിടെ ഇരിപ്പുണ്ട്. അവരെ ആരെയും ജയിലിൽ വിടാതെ ജിൻഡോയെ പറഞ്ഞിരിക്കുന്നു. അതും ഗബ്രിയുടെ മാനിപ്പുലേഷൻ ആണ് ഇത്. ഗബ്രി പറഞ്ഞിട്ടാണ് ജിൻഡോയെ ജയിലിൽ വിട്ടത്. ഗബ്രി പറഞ്ഞതിന്റെ വാലിൽ തൂങ്ങിയാണ് ആ 3 പേരും ഇതിന് സമ്മതിച്ചത്. ശരണ്യയുടെ മുടിയിൽ കയറി പിടിച്ചു, പിന്നെ പ്രോപ്പർട്ടി ഡാമേജ് നടത്തി എന്ന് 2 മെയിൻ കാരണങ്ങളാണ് ജിൻഡോയെ ജയിലിലേക്ക് വിടാൻ നേരത്തെ ഇവര് പറഞ്ഞത്. അതിന്റെ സത്യാവസ്ഥ നമുക്ക് പരിശോധിക്കാം. എപ്പിസോഡിൽ കൃത്യമായിട്ട് ആ ഒരു റൗണ്ടിന് മുമ്പുള്ള ഗബ്രിയുടെയും ശരണ്യയുടെയും ചർച്ച കാണിക്കുന്നുണ്ട്. വട്ടമുള്ള സ്ഥലത്ത് ഓടണം, ഓടണം, കസേരയൊക്കെ മറിച്ചിട്ട് രക്ഷപ്പെടാൻ സമ്മതിക്കരുത് അവനെ. സർക്കിളുള്ള സ്ഥലത്ത് വട്ട് പിടിച്ച പോലെ ഓടണം, എന്നിട്ട് അവനെ വളഞ്ഞിട്ട് അടിക്കണം. ഈ ചർച്ചയില് ഗബ്രി പറഞ്ഞ കാര്യങ്ങളാണ് ഇത്. അതിൽ തന്നെ വ്യക്തമാണ് ഗബ്രിയുടെ പ്ലാൻ ആയിരുന്നു ഡൈനിങ് ടേബിളിന് ചുറ്റുമിട്ട് വളഞ്ഞിട്ട് അടിക്കണം എന്നുള്ളത്. അതിന്റെ ഭാഗമായിട്ട് ഗബ്രി ഇപ്പുറത്തെ സൈഡിൽ നിന്നും ശരണ്യ അപ്പുറത്തെ സൈഡിൽ നിന്നും ഓടുന്നു. ഗബ്രി ജിൻഡോയെ മുറുകെ പിടിക്കുന്നു. ആ ഫോഴ്സിൽ ശരണ്യനെ പോയി ഇടിക്കുന്നു. പിന്നെ ആ ഷോ പീസിന്റെ അവിടെ വെച്ചൊരു പിടിവലി ഉണ്ടാകുന്നു. അങ്ങനെയാണ് ആ ഗ്ലാസിന്റെ പാത്രം താഴെ വീഴുന്നത്. ഇതിൽ കൃത്യമായിട്ട് കാണിക്കുന്ന ഒരു കാര്യമുണ്ട്. ഗബ്രിയാണ് ശരണ്യയുടെ മുടിയിൽ പിടിച്ച് വലിച്ചത്. അതെനിക്ക് 100 അല്ല 150% ഉറപ്പാണ്. അത് സ്ക്രീൻ റെക്കോർഡ് ചെയ്ത് അതിന്റെ ഒരു പ്ലേ ബാക്ക് സ്പീഡ് കുറച്ചിട്ട് നോക്കിയപ്പോഴാണ് ആ ഒരു സാധനം കണ്ടത്. ഒരുപാട് സമയമൊന്നും ഗബ്രി പിടിച്ച് വലിച്ചിട്ടില്ല, പക്ഷെ പിടിച്ച് വലിച്ചു. ഒരു 1-2 മിനിറ്റിനുള്ളിൽ തന്നെ ശരണ്യ കൈ തട്ടി മാറ്റുന്നുണ്ട് അവന്റെ. എല്ലാരും ഓടി വരുന്നു എന്ന് മനസ്സിലാക്കിയ ഗബ്രി ചെയ്ത ഗുരുതരമായ തെറ്റ് പൊക്കും എന്ന് മനസ്സിലാക്കി ആ ക്രിമിനൽ ബുദ്ധി ഉള്ളവന്റെ മുഖത്തെ ഞെട്ടലാണ് നിങ്ങൾ ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് പ്ലേ ബാക്ക് സ്പീഡ് കുറച്ചിട്ടപ്പോ കിട്ടിയ സ്ക്രീൻഷോട്ട് ആണ്. അവൻ ഞെട്ടി നിക്കറയിൽ മുള്ളി നിൽക്കുവാണ് അവിടെ. എല്ലാരും വരുന്നത് കണ്ടിട്ട് ഇവൻ ബാക്കിലോട്ട് ഓടുന്നുണ്ട്. എന്ന് വെച്ചാൽ ആരെയും ബാക്കിലോട്ട് ഓടുവോ? ശരണ്യയുടെ മുടിയിൽ പിടിച്ച് വലിച്ചത് ഇവനായോണ്ട് ഇവൻ ബാക്കിലേക്ക് ഓടി എന്നതാണ് സത്യം. എന്നിട്ട് അത് ജിൻഡോയുടെ മണ്ടയ്ക്ക് ഇട്ടതാണ്. സ്വന്തം ടീമിലുള്ള ആളായോണ്ട് ശരണ്യ കണ്ടില്ലെന്ന് നടിച്ചതാണ് ഇത്. എന്നിട്ട് ജിൻഡോയുടെ മണ്ടയ്ക്ക് വെച്ചതാണ്. ഒരാളുടെ കൈ നമ്മുടെ മേലെ വരുമ്പോ നമ്മൾ അത് തട്ടി മാറ്റും. അതാണ് ശരണ്യ ഇവിടെ ചെയ്തത്. ജിൻഡോയാണോ ഗബ്രിയാണോ എന്ന് ശ്രദ്ധിച്ചില്ല എന്നൊരു ന്യായം ശരണ്യ വീക്കെൻഡ് എപ്പിസോഡിൽ പറയാൻ സാധ്യതയുണ്ട്. പക്ഷെ അത് ശരണ്യക്ക് പറയാൻ പറ്റില്ല. കാരണം ഗബ്രിയുടെ കൈ തട്ടി മാറ്റുന്നത് കൃത്യമായിട്ട് എപ്പിസോഡിൽ കാണിക്കുന്നുണ്ട്. എന്തായാലും ഗബ്രിയുടെ ക്രിമിനൽ ബുദ്ധി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. തെറ്റ് ചെയ്തതിൻ്റെതായ ഒരു കൂസലുമില്ലാതെ അതൊരു നിരപരാധിയുടെ മണ്ടയ്ക്ക് ഇടുന്നു. എന്നെ സംബന്ധിച്ചിടത്തോളം നിരപരാധിയെ കുറ്റക്കാരനാക്കുന്നതാണ് തെറ്റ് ചെയ്തതിനേക്കാൾ വലിയ കുറ്റം. ഈ വീറ്റി ഒന്നും എടുത്തു കാണിച്ച് വീക്കെൻഡ് എപ്പിസോഡിലെ ലാലേട്ടൻ ഇവനൊന്നും എതിരെ ഒരു ചെറുവിഴല് പോലും അനക്കത്തില്ല. ഞാനായിരുന്നു ഇതിന്റെ ഡയറക്ടറിൽ ഗബ്രി അവിടെ നിർത്തി മുള്ളിച്ചാനെ. ഈ മുള്ളിയതുപോലെ ഞാൻ അവനെ നിർത്തി മുള്ളിച്ചാനെ. അമ്മാതിരി എഴുതി കൊടുത്തേനെ ലാലേട്ടന്. പക്ഷെ അകത്തുള്ളവരെ പോലെ തന്നെ വാഴകളാണ് ഇതിന്റെ അണിയറയിലും പ്രവർത്തിക്കുന്നതെന്ന് തോന്നുന്നു. അതുകൊണ്ട് ഗബ്രി ഇതിൽ നിന്നും തടിയൂരും. ഇനിയും ഇതുപോലത്തെ കാര്യങ്ങൾ ഗബ്രി ആവർത്തിക്കുകയും ചെയ്യും. എന്നിട്ട് ജിൻഡോയുടെ മണ്ടയ്ക്ക് ഇടുകയും ചെയ്യും. അതൊക്കെ പൊക്കാൻ നമ്മളെപ്പോലുള്ളവർ യൂട്യൂബിൽ ഉണ്ടാവും. കൂടുതൽ അപ്ഡേറ്റുകളുമായിട്ട് വീണ്ടും കാണാം.